നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. സോഷ്യൽ മീഡിയ തൊഴിൽ തട്ടിപ്പുകളും സൈബർ തട്ടിപ്പുകളും കരുതിയിരിക്കണമെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി. സോഷ്യൽ മീഡിയ തൊഴിൽ തട്ടിപ്പുകൾക്കും മറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾക്കും നിരവധി ഇന്ത്യൻ പൗരന്മാർ ഇരകളാകുന്ന പശ്ചാത്തലത്തിലാണ് എംബസി ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. നിയമാനുസൃതമായ തൊഴിലവസരങ്ങൾ എന്ന വ്യാജേനയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. ഇതിൽ ഇരയാകാതിരിക്കാൻ കരുതിയിരിക്കുക. സൈബർ സ്കാമുകൾക്ക് ആരെയും ലക്ഷ്യമിടാൻ കഴിയും. അറിവാണ്, ജാഗ്രതയാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്നും എംബസി വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. റാസൽ ഖൈമയിലെ അധ്യാപകർക്ക് സന്തോഷ വാർത്ത. റാസൽ ഖൈമയിലെ പൊതു സ്വകാര്യ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കാണ് പുതിയ ഗോൾഡൻ വിസ പ്രോഗ്രാം പ്രഖ്യാപിച്ചത്. റാസൽ ഖൈമ നോളജ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിക്കുന്ന നിശ്ചിത യോഗ്യതയുള്ള പ്രിൻസിപ്പൽമാർ, വൈസ് പ്രിൻസിപ്പൽമാർ, ഡയറക്ടർമാർ, അധ്യാപകർ എന്നിവരെല്ലാം ഗോൾഡൻ വിസ ലഭിക്കാൻ ഇനി മുതൽ അർഹരായിരിക്കും. ഇന്ന് ലോക പ്രമേഹ ദിനം. UAE-യിൽ കുട്ടികളിൽ പ്രമേഹം വർദ്ധിക്കുന്നതായി ഡോക്ടർമാർ. UAE-യിൽ നിലവിൽ 24,000-ലധികം കുട്ടികൾക്ക് ടൈപ്പ് 1 പ്രമേഹമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉദാസീനമായ ജീവിതശൈലി, ഉയർന്ന പഞ്ചസാരയുള്ള ഭക്ഷണക്രമം, ഫാസ്റ്റ് ഫുഡിനോടുള്ള വർദ്ധിച്ചുവരുന്ന ആസക്തി എന്നിവയാണ് കുട്ടികളിൽ പ്രമേഹം വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. ഇത് കുട്ടികളിൽ ഹൈപ്പർ ടെൻഷനും പൊണ്ണത്തടിക്കും കാരണമാകുന്നുണ്ടെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NMC ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന് പുതിയ അവകാശികൾ വരുമെന്ന് സൂചന. പ്യുർ ഹെൽത്ത് ആണ് NMC ഏറ്റെടുക്കുമെന്ന സൂചനയുള്ളത്. അടുത്ത വർഷത്തോടെ NMC പ്യുർ ഹെൽത്തിന്റെ ഉടമസ്ഥതയിൽ വന്നേക്കാമെന്നാണ് ബാങ്കിംഗ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. 1970കളുടെ മധ്യത്തിൽ ഇന്ത്യൻ വ്യവസായിയായ BR ഷെട്ടിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ചതാണ് NMC ഗ്രൂപ്പ്. UAE-യിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇത്. നെന്മാറ ദേശം ഓവർസീസ് സംഗമം സംഘടിപ്പിച്ച ഓണക്കൂട്ട് മുഖ്യാതിഥികളായ കാമിനി ഗോകുലൻ, രമണി G നായർ, ആനി നായർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് UAE-യിലെ കരുത്തുറ്റ സാന്നിധ്യമായ പ്രദീപ് നെന്മാറയെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീലത പ്രദീപിന്റെ ആശയത്തിൽ മഹേഷ് ചിറ്റിലഞ്ചേരി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഡിജിറ്റൽ ഡ്രാമ ഭഗവതി പുരാണം വ്യത്യസ്തമായ അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. ബിന്ദു ജ്യോതികുമാർ, ശ്രീലത പ്രദീപ്, ശ്രീകല മനോജ്, മഞ്ജു പ്രസാദ്, ദീപിക സഞ്ജയ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വിദ്യാർത്ഥിനിയായ നൂറൻ നുജം നിയാസിന്റെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം വിവിഡ് മെമ്മറി ഷാർജ പെർഫോമിംഗ് ആർട്സ് അക്കാദമി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ പീറ്റർ ബാർലോ വോക്കോളജിസ്റ്റ് കാതറിൻ ബെല്ലിന് നൽകി പ്രകാശനം ചെയ്തു. ചന്ദ്രമ്മ ദേശ്മുഖ്, PK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മഹാ എൽഫത്ത് അവതാരകയായി. നുജം നിയാസ്, സോണിയ നിയാസ്, സംഗീത ജസ്റ്റിൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സൈഗത ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. നിർമ്മാതാവും നടനും എഴുത്തുകാരനുമായ മൻസൂർ പള്ളൂർ രചിച്ച മലയാള സിനിമ ഭാവുകത്വത്തിലെ പരിണാമദിശകൾ എന്ന പുസ്തകം നാളെ വൈകുന്നേരം 5:30 മണിക്ക് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സിനിമാ താരം രവീന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ MCA നാസറിന് നൽകി പ്രകാശനം ചെയ്യും. ഹരിത ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.